കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ വിഭാഗങ്ങളിലൊന്നായ എ ഗ്രൂപ്പിന്റെ ആഭ്യന്തര സമവാക്യങ്ങൾ ഉലയ്ക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളുമായി പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. വടകര എം.പി. ഷാഫി പറമ്പിൽ, പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരോട് തനിക്ക് രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടെന്ന ചാണ്ടി ഉമ്മന്റെ തുറന്നു പറച്ചിൽ വെറും ഒരു പ്രസ്താവനയല്ല, മറിച്ച് ഉമ്മൻചാണ്ടി എന്ന അധികായന്റെ അഭാവത്തിൽ ഗ്രൂപ്പിനുള്ളിൽ രൂപപ്പെട്ട പുതിയ ചേരിതിരിവുകളുടെ വെളിപ്പെടുത്തലാണ്. ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ വിയോഗത്തിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് എ ഗ്രൂപ്പിലും വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ അനിശ്ചിത നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി പുതുപ്പള്ളിയിൽ നിന്നും സഭയിലെത്തിയ ചാണ്ടി ഉമ്മൻ തന്റെ പിതാവിന്റെ അനുയായികളായി അറിയപ്പെട്ടിരുന്ന ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പരസ്യമായി രംഗത്തെത്തിയത് നയതന്ത്രപരമായി വലിയൊരു നീക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. ചാണ്ടി ഉമ്മനും മറ്റു യുവ നേതാക്കളും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും അതിന് തൊട്ടു മുൻപും നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് ചാണ്ടി ഉമ്മൻ മനസ്സ് തുറന്നത് ഗ്രൂപ്പിനുള്ളിൽ പുകയുന്ന അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഗ്രൂപ്പിന്റെ സുപ്രധാന തീരുമാനങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടുകൾക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല എന്ന പരാതി ചാണ്ടി ഉമ്മൻ ഉയർത്തുന്നുണ്ട്. തന്റെ പിതാവ് ആശുപത്രിയിലായിരുന്ന കാലത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സ വേളകളിലോ എടുക്കേണ്ടി വന്ന ചില രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പൂർണ്ണമായും പരിഗണിക്കപ്പെട്ടില്ല എന്ന സൂചനയാണ് ചാണ്ടി ഉമ്മൻ നൽകുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം ഗ്രൂപ്പിന്റെ നേതൃത്വം ആർക്കായിരിക്കും എന്നതിനെ ചൊല്ലി അണിയറയിൽ നടന്ന ചർച്ചകൾ പലപ്പോഴും പരസ്യമായ പോരിലേക്ക് നീങ്ങിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പാണ് ഈ ഭിന്നതകളുടെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം. ഗ്രൂപ്പിനുള്ളിലെ ആഭ്യന്തര തിരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നത് ആരെയായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും സജീവമാണ്. ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ അഖിലിനെയാണ് ആഗ്രഹിച്ചിരുന്നത് എന്ന തരത്തിൽ നേരത്തെ വാർത്തകളും പുറത്തു വന്നിരുന്നു. അഖിലിനു വേണ്ടി ഉമ്മൻചാണ്ടി അവസാന കാലത്ത് നിലകൊണ്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വിഭാഗം ഇന്നും പാർട്ടിക്കുള്ളിലുണ്ട്. എന്നാൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ രാഹുലിനെ അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടിയത് ഉമ്മൻചാണ്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്ന വികാരമാണ് ചാണ്ടി ഉമ്മന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കഴിഞ്ഞ കാര്യങ്ങളിൽ വെള്ളമൊഴുക്കി പോയി എന്ന് പ്രതികരിക്കുമ്പോഴും പഴയ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും വ്യക്തിപരമായ വിരോധമല്ല, മറിച്ച് രാഷ്ട്രീയമായ നിലപാടുകളിലെ വൈരുദ്ധ്യമാണ് തനിക്കുള്ളതെന്ന് ചാണ്ടി ഉമ്മൻ ആവർത്തിക്കുന്നു. എ ഗ്രൂപ്പിന്റെ യുവമുഖമായി വളർന്ന ഷാഫി പറമ്പിൽ പലപ്പോഴും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതായും അത് ഗ്രൂപ്പിന്റെ പരമ്പരാഗത രീതികൾക്ക് വിരുദ്ധമാണെന്നും ഒരു വിഭാഗം കരുതുന്നുണ്ട്. ഉമ്മൻചാണ്ടിയോടൊപ്പം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വികാരങ്ങളെ മാനിച്ചില്ല എന്നൊരു പരാതിയും ഇവിടെ ഉയരുന്നുണ്ട്. KSU മുതൽ ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായിരുന്ന രാഹുൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗം ശേഷം എങ്ങനെ ഗ്രൂപ്പിന്റെ ഔദ്യോഗിക മുഖമായി മാറി എന്നത് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ചോദ്യചിഹ്നമാണ്. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലാണ് തങ്ങൾക്കിടയിൽ അകൽച്ചയുള്ളതെന്ന് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ആഘാതമുണ്ടാക്കും. ഉമ്മൻചാണ്ടിയോട് കൂറ് പുലർത്തുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ തന്നെ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ വിശ്വസ്തതയെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി തള്ളിപ്പറഞ്ഞു എന്നൊരു ധാരണ അണികൾക്കിടയിൽ പടർന്നാൽ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ UDF-നെ പ്രതിരോധത്തിലാക്കും. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ UDF സജീവമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുന്നത് നേതൃത്വത്തിന് വലിയ തലവേദനയാണ്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് പുറത്തു കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് ഇത് വലിയൊരു ആയുധമായി മാറും. നേതാക്കൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകും. KPCC നേതൃത്വം ഈ വിഷയത്തിൽ എത്രയും വേഗം ഇടപെടേണ്ടി വരും. ചാണ്ടി ഉമ്മന്റെ അതൃപ്തി പരിഹരിക്കാതെ എ ഗ്രൂപ്പിന്റെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അസാധ്യമായിരിക്കും. ചാണ്ടി ഉമ്മന്റെ ഈ തുറന്ന പറച്ചിൽ എ ഗ്രൂപ്പിനുള്ളിൽ വലിയൊരു പുനർവിചിന്തനത്തിനും വഴിതെളിക്കും. ഉമ്മൻചാണ്ടിയുടെ കുടുംബവും അദ്ദേഹത്തിന്റെ അനുയായികളും തമ്മിലുള്ള ഈ പോര് ഗ്രൂപ്പിന്റെ പിളർപ്പിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു നേതൃത്വത്തിന്റെ ഉദയത്തിലേക്കോ നയിച്ചേക്കാം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ആരോപണങ്ങളോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വരും ദിവസങ്ങളിലെ ചലനങ്ങൾ. ഉമ്മൻചാണ്ടി എന്ന നേതാവ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച ഒന്നായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ശൈലി. എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയും അടുത്ത അനുയായികളും തമ്മിൽ തെരുവിലിറങ്ങുന്ന കാഴ്ച അണികൾക്കിടയിൽ വേദനയുണ്ടാക്കുന്നതാണ്. ചാണ്ടി ഉമ്മൻ ഉയർത്തിയ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വെറും ഒരു ഈഗോ തർക്കമല്ല, മറിച്ച് ഉമ്മൻചാണ്ടിയുടെ പൈതൃകം ആർക്ക് സ്വന്തം എന്ന പോരാട്ടമാണ്. ഈ പോരാട്ടം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമോ അതോ കൂടുതൽ തളർത്തുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കോൺഗ്രസിലെ യുവനേതാക്കൾക്കിടയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഉമ്മൻചാണ്ടി എന്ന വികാരം ഇന്നും കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിനും മലബാറിലെ ചില മേഖലകളിലും ശക്തമാണ്. ചാണ്ടി ഉമ്മൻ ഉന്നയിച്ച വെളിപ്പെടുത്തലുകൾ ഉമ്മൻചാണ്ടിയുടെ കടുത്ത അനുയായികളായ സാധാരണ പ്രവർത്തകർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ സാധ്യതയുമുണ്ട്. ഇത് താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളെയും വോട്ട് ഏകോപനത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമായ എതിരാളികൾക്ക് പ്രത്യേകിച്ച് LDF-ന് കോൺഗ്രസിനുള്ളിലെ അനൈക്യം
ഐക്യം വലിയൊരു പ്രചാരണ ആയുധമായി മാറും. നേതാക്കൾക്കിടയിൽ പോലും ഐക്യമില്ലാത്ത പാർട്ടിക്ക് എങ്ങനെ നാടിനെ നയിക്കാനാകുമെന്ന ചോദ്യം വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തിയേക്കാം. കൂടാതെ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കൾക്ക് മറ്റു മണ്ഡലങ്ങളിൽ പോയി വോട്ട് ചോദിക്കുമ്പോൾ സ്വന്തം ഗ്രൂപ്പിനുള്ളിൽ നിന്നുള്ള ഈ അതൃപ്തി പ്രതിരോധത്തിലാക്കും. നിഷ്പക്ഷരായ വോട്ടർമാർക്കിടയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ മങ്ങുന്നതിനും ഇത് കാരണമാകും. എത്രയും വേഗം KPCC നേതൃത്വം ഇടപെട്ട് ഈ ഭിന്നത പരിഹരിച്ചില്ലെങ്കിൽ വിജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളിലും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്.